പ്ലസ് വൺ സ്റ്റുഡൻസ് ആരും പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എക്സാമിനർ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ആകെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പ്ലസ് വൺ കഴിയും. നാളെ ബയോളജി എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പ്ലസ് വൺ സ്റ്റുഡൻസ് അല്ല, +2 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ഉണ്ടാവില്ല. അതെ, +1 ചാനലിനോട് നിങ്ങൾ എന്ത് ചെയ്യണം, വിട പറയാൻ നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്. എനിക്കറിയാം മക്കളെ, ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളാണ് ഈ ചാനലിനെ 500K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. അത് നിങ്ങളുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ അതിൽ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിനി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ +2 ചാനലിലായിരിക്കും. +2 ശ്രദ്ധിക്കുക മക്കളെ, 2 ചാനൽസ് ഉണ്ടാവും. കൊമേഴ്സുകാർക്ക് വേണ്ടി സെപ്പറേറ്റ് ചാനലും അതുപോലെ സയൻസുകാർക്ക് വേണ്ടി സെപ്പറേറ്റ് ചാനലും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം +2 നമുക്ക് കുറേ സമയമൊന്നുമില്ല, വേഗം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ക്ലാസ്സസ് ആയിക്കോട്ടെ, അതിൻ്റെ കുറേ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, പല പല വീഡിയോസും നമ്മൾ വരാൻ പോകുന്നത് ഇപ്പോൾ തന്നെ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ വരാൻ പോകുന്നത് ഈ ചാനലിലായിരിക്കില്ല, അതൊക്കെ +2 ചാനലിലായിരിക്കും. സോ നിങ്ങൾ സമയത്തിന് +2 ക്ലാസ് തുടങ്ങാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങളുടെ ചാനൽസ്, അവിടെയാണ് നിങ്ങൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ ആരുടെയോ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്നല്ല ചെയ്യുന്നത്. ഞങ്ങളും ഇനി മുന്നിൽ അവിടെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഒപ്പം പഠിക്കാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നത് അവിടെയായിരിക്കും. സോ അത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. മറ്റൊരു കാര്യം, ഒരു കാര്യം കൂടെ, ടാറ്റ ബൈ ബൈ പറയാണ്ട് പോകാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം 7:30 ബയോളജി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും, ബയോകാരും സയൻസുകാരും കൊമേഴ്സുകാരും എല്ലാവരും വരിക. 7:30 നിങ്ങൾക്ക് ഇവൻ്റ് ഉണ്ട്, നമ്മുടെ +1 ഫെയർവെൽ നാളെ 7:30. അപ്പം എല്ലാവരും ഉണ്ടാവണം, നിർബന്ധമാണ്. ഇനി എക്സാമിനർ മൊത്തം ടീമായിട്ട് ഒരു അടിപൊളി ഇവന്റ് നടക്കുന്നുണ്ട് മറ്റന്നാൾ 27th 7:30. അത് ഈ ചാനലല്ല, +2 ചാനലിലല്ല, എക്സാമിനർ കോമൺ നമ്മുടെ ഒരു മെയിൻ ചാനലുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ അതും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. എല്ലാ എക്സാമിൻ്റെ ടീച്ചേഴ്സ് ഉണ്ടാവും. എല്ലാ എക്സാമിനറിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്റ്റുഡൻസും വരാൻ പോകുന്ന ലൈവ് ആയിരിക്കും. സെലിബ്രേഷൻ ആണ്, ഗെയിമാണ്, ഫണ്ണാണ്, എല്ലാവരും വരിക, പേരൻസിനെയും കൂട്ടി വരിക. ഓക്കെ, അപ്പോൾ അതിലെല്ലാവരും നിർബന്ധമായിട്ട് വന്നിരിക്കണം. കുറച്ച് നേരമെങ്കിലും എന്ത് ചെയ്യുക, അതിൽ കണ്ടിട്ട് നിങ്ങൾ പോവാം. ഓക്കെ, അപ്പോൾ അതിലെല്ലാവരും ഉണ്ടാവും. മറ്റൊരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത് മക്കളെ, നെക്സ്റ്റ് ഇയറിലെ ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഒക്കെ അടിപൊളിയായി നടന്നുകൊണ്ട് പോകുന്നുണ്ട്. കുറേ കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത്, നമ്മൾ അടുത്ത 500 സ്റ്റുഡൻസിനായിരിക്കും നമ്മുടെ ബുക്ക് ഫ്രീ ആയിട്ട് +1 നമ്മുടെ +2ൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 500 സ്റ്റുഡൻസിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു. 150 സ്റ്റുഡൻസ് ഇനി +2ലേക്ക് ഫ്രീ ആയിട്ട് ബുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനറും കൂടെ പഠിച്ച് ഫ്രീ ആയിട്ട് ബുക്സും കൂടി ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ, ഇപ്പോഴത്തെ സ്റ്റോക്കിൽ ആകെ 150 ബുക്സ് ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നീട് ഒരു സ്റ്റോക്ക് വരുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ +2 ഉയരെ ബാച്ച് ഉണ്ട് സയൻസുകാർക്ക് വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള വേറെ സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. അതുകൂടാതെ കീമിനും നീറ്റിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള എൻട്രൻസ് ബാച്ചുകളുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എക്സാമിനറിനോട് പഠിക്കാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷനൊക്കെ എടുത്തിട്ട് സെറ്റാക്കി വെക്കാം. പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളൂ, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടും ടീച്ചേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ കുറേ ഓർമ്മകൾ ഉണ്ടാവും, കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവും. കാരണം നിങ്ങളിൽ പലരും 9ാം ക്ലാസ് മുതലും 10ാം ക്ലാസ് മുതലും ഒക്കെ പഠിക്കുന്നവരാണ് എക്സാമിനറിനൊപ്പം. അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് എക്സാമിനറിൻ്റെ മെമ്മറി, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ മെമ്മറി? ഒരു കമൻറ്റ് ബോക്സ്, ഇനി ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്ത് ഒരു പേഴ്സണൽ കമൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇടാൻ വേണ്ടി പേഴ്സണൽ കമന്റ് എന്ന് പറയുമ്പോൾ ഫുൾ A+ ലൈക്ക് അടി അതുപോലെ വേറെ പേഴ്സണൽ ആയിട്ട് തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, എക്സാമിനറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എക്സാമിനറുടെ ക്ലാസ്സിനെ പറ്റി, ടീച്ചേഴ്സിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. മറക്കരുത്, നാളെ വൈകുന്നേരം 7:30 ഈ ചാനലിൽ, മറ്റന്നാൾ നമ്മുടെ എക്സാമിനർ കോമൺ ചാനലിൽ, പിന്നെ എല്ലാം +2 ചാനൽസിൽ. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. നമുക്കിനി കാണാം.